കർക്കിടക സംക്രാന്തിയായിട്ട് ഞാനിതാ എൻ്റെ ക്ലീനിങ് പരിപാടി ഇവിടെ തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങളുടെയൊക്കെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞോ? രാവിലെ തന്നെ ഏട്ടന് കുഞ്ഞിനൊക്കെ പോയപ്പോൾ ചൂലും കോലൊക്കെ ആയിട്ട് ഞാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ആദ്യം തന്നെ ഉമ്മർത്ത് പോയിട്ട് മാറാല എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തട്ടാമെന്ന് വിചാരിച്ചു. പക്ഷേ കാര്യമായിട്ടുള്ള മാറാലയും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ. നമ്മൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെ മാറാലയൊക്കെ തട്ടുന്നതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള പൊടികളൊക്കെ ഉണ്ടായുള്ളൂ. പിന്നെ നേരെ ഹാളിലോട്ട് വന്നു. അവിടെയും കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് ഓടിച്ച് വിട്ടു. പക്ഷേ ഫാനിൻ്റെ മുകളിലൊക്കെ അത്യാവശ്യം പൊടി ഉണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നേരെ ബെഡ്റൂമിലോട്ട് പോയി. അവിടെയും ഫാൻ തന്നെ ആയിരുന്നു കേട്ടോ എനിക്ക് ടാസ്ക്. പിന്നെ ഞാൻ ബെഡിലൊക്കെ കയറി സ്റ്റൂളൊക്കെ ഇട്ടത് കയറി നിന്നിട്ടൊക്കെ തുടച്ച് കുറച്ച് സാഹസികതയായിരുന്നു. അവിടെ നിന്നെങ്ങാനും മുഖം കുത്തി വീണ് കഴിഞ്ഞാൽ അവിടെ കിടക്കുകയുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒന്നും സംഭവിച്ചില്ല കേട്ടോ. അതൊക്കെ ഭംഗിയായി തുടച്ചെടുത്തു. പിന്നെ നമ്മൾ എന്നും മുഖം നോക്കുന്ന നമ്മുടെ മിറർ അതൊന്ന് നന്നായി തുടച്ചു കേട്ടോ. പിന്നെ നമ്മൾ എപ്പോഴും തുടയ്ക്കാത്ത സ്ഥലങ്ങളാണല്ലോ ഈ ജനലിൻ്റെ കമ്പികളൊക്കെ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് മീഷോന്ന് ഈ അടുത്ത് വാങ്ങിയൊരു സംഭവമാണ് കേട്ടോ. നമ്മുടെ കയ്യിലുള്ള ഡോളൊക്കെ നമുക്കിങ്ങനെ നല്ല ഭംഗിയിൽ വെക്കാൻ പറ്റും. ഈ ഡോളൊക്കെ നമ്മുടെ കുഞ്ഞിന് 1 വയസ്സിൽ ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. അത് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പക്ഷേ ഞാനതൊന്നും അവൾക്ക് കളിക്കാൻ കൊടുക്കാതെ ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. എനിക്കെന്താ അതൊന്നും നശിപ്പിക്കാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ട് അന്ന് മുതലേ ഞാൻ എടുത്തു വെച്ചിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ അതൊക്കെ. അതിനുശേഷം നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി നല്ലൊരു ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ടു കേട്ടോ. അങ്ങനെ അതൊക്കെ വിരിച്ചിട്ടു, നല്ല തലയണയൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ നേരെ പോയത് നമ്മുടെ കുഞ്ഞൻ്റെ സ്റ്റഡി റൂമിലോട്ടാണ് കേട്ടോ. ഈ റൂം നമ്മൾ കിടക്കാനൊന്നും യൂസ് ചെയ്യാറില്ല. കുഞ്ഞൻ പഠിക്കുന്ന റൂമാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയി നോക്കിയപ്പോൾ നമ്മുടെ കുഞ്ഞൻ അഴിച്ചിട്ട ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു. എപ്പോഴും ബെഡിൽ ഡ്രസ്സ് അഴിച്ചു വിടരുതെന്ന് പറഞ്ഞാൽ കേൾക്കില്ല കേട്ടോ. ഇന്ന് വന്നിട്ട് വേണം അവളെ തല്ലാൻ. അതിനുശേഷം അവളുടെ ബുക്സും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടന്നായിരുന്നു. അതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെച്ചു. ഇവിടെയും ജസ്റ്റ് ഒന്നിങ്ങനെ മാറാലൊന്ന് അടിച്ചു വിട്ടു. ഇവിടെ റാക്കിൻ്റെ മേലെ ചെറുതായിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ അതിൻ്റെ മേലെ കയറി തട്ടിയത് കേട്ടോ. അങ്ങനെ ആ റൂമും അടിച്ചു വാരി. പിന്നെ ഞാൻ അവിടെ ഒരു ബെഡ്ഷീറ്റ് വിരിച്ചു കൊടുത്തു. 2-3 ബെഡ് ഒരുമിച്ച് ഇങ്ങനെ അടുക്കി വെച്ചതാണ് കേട്ടോ, പല കളറായിട്ട് കാണുന്നത്. അതിനുശേഷം അടുക്കളയിലോട്ട് വന്നു. ഇവിടെ പിന്നെ ഒട്ടും മാറാലില്ല കേട്ടോ. എന്താ വെച്ചാൽ ഞാൻ എപ്പോഴും ക്ലീനാക്കി വെക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് അവിടെ മാറാലും കാര്യങ്ങളൊന്നുമില്ല. നോർമൽ നമ്മൾ അടിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന തരം പൊടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നേരെ പോയി പുറത്തോട്ട് ഈ സ്റ്റെപ്പ് പടി മുതൽ താഴത്തെ സ്റ്റെപ്പ് പടി വരെ നമ്മുടെ സ്ഥലമാണ് കേട്ടോ. നമ്മൾ വേണം ക്ലീനാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അവിടേക്ക് ഒന്ന് അടിച്ചു വാരി. പിന്നെ ഷൂ റാക്കിൽ ഷൂ ഒക്കെ തോന്നിയ പോലെ കിടന്നായിരുന്നു. അപ്പോൾ അതും ഒന്ന് സെറ്റാക്കി വെച്ചു. എന്നിട്ട് ഷൂ റാക്കൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെച്ചിട്ട് അവിടെ നിന്ന് പോന്നു. പിന്നെ നേരെ പോയി സ്വാമി റൂമിലോട്ട്. അവിടെ നമ്മുടെ കുറേ സാധനങ്ങൾ, അതായത് പൂജയ്ക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അതൊക്കെ പുറത്തോട്ട് കൊണ്ടുവന്ന് വെച്ച് അവിടെ ഒന്ന് അടിച്ചു വാരി. പിന്നെ നേരെ എല്ലാ ജനലുകളും വാതിലുകളൊക്കെ തുടയ്ക്കാൻ പോയി. നമ്മുടെ ഷോക്കേസിൽ ഗ്ലാസ്സൊക്കെ കുറച്ച് മങ്ങി കിടന്നായിരുന്നു. അതൊക്കെ തുടച്ചു. പിന്നെ അടുക്കളയിലെ ജനൽ, വാതിൽ, റൂമിലെ വാതിൽ, ജനലും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചു. പിന്നെ ഇതൊരു മാജിക് സ്പോഞ്ചാണ് കേട്ടോ. അത് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഇത് വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മുടെ വാളിൽ ചളി കറയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ അതുപോലെ ഒന്ന് ഉരച്ചു കൊടുത്ത് അത് ക്ലിയർ ആയിട്ട് വരും. പിന്നെ ഇങ്ങനെ മുക്കിക്കഴിഞ്ഞാൽ അത് പോവുകയും ചെയ്യും കേട്ടോ. നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഞാൻ വാങ്ങിച്ചത് ഹാപ്പി പ്ലാനറ്റിൻ്റെ ആണ് കേട്ടോ. പിന്നെ ഞാൻ നമ്മുടെ മെയിൻ ഡോറ് തുടച്ചു. അതിൻ്റെ അടുത്തുള്ള ജനലും ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പുറത്തുള്ള കമ്പികളൊക്കെ തുടച്ച് നമ്മുടെ പുറത്തെ റൂമിൻ്റെ 2 ജനലുണ്ട്. ആ 2 ജനലും അത്യാവശ്യം പൊടിയുണ്ട്. എന്താ വെച്ചാൽ റോഡ് സൈഡ് ആയതുകൊണ്ട് തന്നെ നല്ല പൊടി വരും കേട്ടോ. ഇവിടെയൊക്കെ നമ്മൾ ഡെയിലി തുടച്ചാലും നല്ല പൊടി വരും, അതായത് ആ കമ്പികളിലൊക്കെ കേട്ടോ. പിന്നെ ഞാൻ നേരെ ബക്കറ്റിൽ വെള്ളമാക്കിയിട്ട് കുറച്ച് ലിക്വിഡൊക്കെ, നല്ല സ്മെല്ല് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ലിക്വിഡൊക്കെ എടുത്തിട്ട് റൂമും അതുപോലെ കിച്ചണും പുറത്തെ റൂമും ഹാളും ഒക്കെ അങ്ങനെ തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഡൈനിങ് ടേബിളൊന്ന് തുടച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അപ്പോഴാണ് കേട്ടോ ഞാൻ ശ്രദ്ധിച്ചത് മേലെ വെച്ചിട്ടുള്ള ഫ്ലവറിൻ്റെ അവിടെയൊക്കെ കുറച്ച് പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തുടച്ചു. പൂജാ റൂമും തുടച്ച് ഹാളും കൂടെ തുടച്ചെടുത്തു കേട്ടോ. പിന്നെ നേരെ പോയി നമുക്ക് പുറമെ നമ്മുടെ സ്റ്റെയർ തുടയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ താഴെ ആദ്യം തുടച്ചിട്ട് അവിടെ നിന്ന് കയറി വരികയാണ് നല്ലത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ തുടച്ചെടുത്തിട്ട് പോന്നു കേട്ടോ. ഇതൊക്കെ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യമില്ല കേട്ടോ. അങ്ങനെ ഞാൻ അവിടെയൊക്കെ തുടച്ചു. നമ്മുടെ ചവിട്ടിയൊക്കെ കൊണ്ടിട്ടു. അങ്ങനെ കൈ കഴുകാൻ വന്നപ്പോഴാണ് നമ്മുടെ വാഷ് ഏരിയ നമ്മൾ ക്ലീൻ ആക്കിയിട്ടില്ല എന്ന് കണ്ടത്. അപ്പോൾ അവിടെ ഒന്ന് ക്ലീനാക്കി. അപ്പോഴേക്കും നമ്മുടെ മെഷീനിൽ തുണികളൊക്കെ സെറ്റായപ്പോൾ അതൊന്ന് വിരിച്ചിടാൻ വേണ്ടിയിട്ട് ഞാൻ ടെറസിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നു. കാര്യമായ വെയിലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ
ഇട്ടിട്ട് പിന്നെ ഇറങ്ങിപ്പോന്നു കേട്ടോ. അപ്പോഴാണ് നമ്മുടെ പൂജ ഐറ്റംസ് ഒന്നും കഴുകിയിട്ടില്ലല്ലോ എന്ന് ഓർമ്മ വന്നത്. പിന്നെ നേരെ വന്നു. ഇതും ഞാൻ ഹാപ്പി പ്ലാനറ്റിൻ്റെ ഒരു ബ്രാസൊക്കെ കഴുകുന്ന ലിക്വിഡാണ് കേട്ടോ. ഇതും നല്ല യൂസ്ഫുള്ളാണ്. നമ്മളതൊന്ന് കോട്ടൺ തുണിയിലോ സ്പോഞ്ചിലോ അല്ലെങ്കിൽ ഇതുപോലത്തെ സ്ക്രബ്ബറിലൊക്കെ ഒന്ന് ആക്കിയിട്ട് ഉരച്ചു കൊടുത്ത് അത് ക്ലിയർ ആവും കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഏട്ടൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വന്ന ഉടനെ എന്നോട് ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ ചോദിച്ചു. കഴിച്ചില്ലെങ്കിൽ ഞാൻ കഴിച്ചു എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോഴേക്കും എനിക്ക് നല്ലൊരു ജ്യൂസൊക്കെ അടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കുടിച്ചപ്പോൾ ഭയങ്കര എനർജി കിട്ടിയ പോലെ ആയി കേട്ടോ. അങ്ങനെ നമ്മൾ കഴുകിയിട്ടുള്ളതൊക്കെ ഒന്ന് വെയിലത്ത് കൊണ്ടുവച്ച് ഉണക്കാമെന്ന് വിചാരിച്ചു. ഇതൊരു ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു സാധനമാണ് കേട്ടോ. നമ്മുടെ ഈ ബ്രാസൊക്കെ ഇങ്ങനെ കഴുകി അതിന് നല്ലൊരു നിറമൊക്കെ കിട്ടി ഇതിങ്ങനെ കാണുമ്പോൾ ഉള്ളൊരു സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് ഈ ജോലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നഖം പൊട്ടും എന്നുള്ളത് മാത്രമാണ് വലിയൊരു സങ്കടം കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ ഞാനൊന്ന് ഓടിച്ച് നോക്കിയിട്ട് വീട്, അതായത് നമ്മുടെ ബെഡ്റൂം, നമ്മൾ ക്ലീൻ ആക്കിയിട്ടുള്ള ഏരിയയൊക്കെ നമുക്കിങ്ങനെ ക്ലീനായി കിടക്കുന്നത് കാണുമ്പോൾ ഭയങ്കര ഒരു സമാധാനമല്ലേ. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് ഓടിച്ച് കാണിച്ചു തന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ സംക്രാന്തി ക്ലീനിങ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.